الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. صدق الله العظيم. بروا آباءكم تبركم أبناؤكم وعفوا عن نساء الناس تعف نساؤكم. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തആല എല്ലാ ഖൈറുകളും വർദ്ധിപ്പിച്ചു നൽകട്ടെ, എല്ലാ ശർറുകളിൽ നിന്നും കാവല് പ്രദാനം ചെയ്യട്ടെ. മനുഷ്യരാകുന്ന നമ്മൾ, വിശ്വാസികളെന്ന നിലക്ക് പ്രത്യേകിച്ചും ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കേണ്ട ആളുകളാണ്. ഏതാനും ഉത്തരവാദിത്തങ്ങൾ, വളരെയേറെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അള്ളാഹുവും റസൂലും അവരോടുള്ള ആ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ്റെ സ്വകാര്യമായ ഉത്തരവാദിത്തങ്ങളിൽ മഹത്തായ ഒരു ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം എന്നുള്ളത്. നമ്മൾ ധാരാളം കേട്ടതും പഠിച്ചതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെയാണ്. പക്ഷെ പ്രാക്ടിക്കൽ തലത്തിൽ വരുമ്പോൾ ഒരുപാട് അപജയങ്ങളും കുറവുകളും നന്നായിട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഗൗരവം, ഒത്തിരി ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെങ്കിലും അതിൽ മഹത്തായ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുമായിട്ടുള്ളത് എന്നതാണ്. അത് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. പരിശുദ്ധ ഇസ്ലാം ഇവിടെ വന്നിട്ടുള്ളത് ഏകദൈവ വിശ്വാസം വിളംബരം ചെയ്യാനും അത് ലോകത്ത് നടപ്പിലാക്കാനും വേണ്ടിയാണ്. ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം തന്നെ അതാണ്. ഒരുപാട് ദൈവങ്ങളെ വെച്ച് ആരാധിക്കുക. അള്ളാഹു ഏകനേ ഉള്ളൂ, ഒന്നിലധികം അള്ളാഹുമാരില്ല. ആ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തെ നന്മ എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചറപ്പ് ഒരുത്തനേ ഉള്ളൂ, ഓനിക്ക് ഇബാദത്ത് നടത്തണം. എന്നാൽ ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ചുറ്റുപാടും സാഹചര്യങ്ങളുമാണ് നാട്ടിലുള്ളത്. അതിനെ മറികടക്കാനും അതിൽ നിന്ന് തിരുത്താനുമാണ് അംബിയാ മുർസലീങ്ങളിലൂടെ അള്ളാഹു തആല ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ തൗഹീദാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും മുഖ്യമായ ഘടകം. തൗഹീദ്, ഏകദൈവ വിശ്വാസം. ഈ ഏകദൈവ വിശ്വാസത്തെ ആഹ്വാനം ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ ആഹ്വാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമത്തത് ഈ തൗഹീദിൻ്റെ ആഹ്വാനം തന്നെയാണ്. എങ്കിൽ ആ ആഹ്വാനത്തോട് ചേർത്ത് നിർത്തിയ ആഹ്വാനം മാതാപിതാക്കളോടുള്ള കടപ്പാട് പുലർത്താനാണ് പറയുന്നത്. അപ്പൊ തൗഹീദ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ഒരു ഘടകം. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് ശേഷം നിൽക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളോട് കാണിക്കുന്ന ഉത്തരവാദിത്തമാണെങ്കിൽ ഈ ഉത്തരവാദിത്തത്തിന്റെ വലുപ്പം എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. വഖദാ റബ്ബുക, അല്ലാഹ് തീരുമാനിച്ചിരിക്കുന്നു, നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനല്ലാതെ വേറെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ ആരാധിക്കരുത്. അള്ളാന്റെ തീരുമാനമാണ്, അല്ലാത്തവർക്ക് ആരാധിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, പിന്നെ രണ്ടാമത് അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുന്നത് എന്താ അറിയോ? നിയമം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന അതിപ്രധാനമായിട്ടുള്ള
ഇസ്ലാമിന്റെ ആശയത്തെ എടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തായി പറയുന്നത് മാതാപിതാക്കളുടെ കാര്യമാണ്. അപ്പൊ അത്ര വലിയ ബന്ധം, പ്രാധാന്യം, ഗൗരവം ഇതിനുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് അതിന്റെ ചെറിയൊരു വിശദീകരണം ഖുർആൻ തന്നെ പറയുന്നു. ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഒരുപക്ഷെ നിന്റെ അടുക്ക് നിന്റെ കൂടെ അങ്ങനെ ജീവിച്ചിട്ട് ആ ഉമ്മക്കും ബാപ്പക്കും രണ്ടാളും ചിലപ്പോൾ പ്രായാധിക്യം വന്നേക്കാം. അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയി, ഒരാൾക്ക് പ്രായാധിക്യം, അങ്ങനെ എങ്ങനെ ആയാലും അവരെ മോശപ്പെടുത്തുന്ന, അവരെ ഇകഴ്ത്തുന്ന ഛേ എന്ന വാക്ക് പോലും അവരോട് പറയരുത്. അവരോട് ഗൗരവത്തിൽ എന്ത് ചെയ്യരുത്, പെരുമാറാൻ പാടില്ല. ഗൗരം കരീമ, ആദരവോട് കൂടിയുള്ള വാക്കുകളെ അവരോട് പെരുമാറാകാവൂ. പെരുമാറ്റച്ചട്ടവും വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഇത്ര വിശദമായിട്ട് ഈ ഒരു കാര്യത്തെ തൗഹീദിന്റെ തൊട്ട് ശേഷമായിട്ട് പറയണമെങ്കിൽ ഈ വിഷയം അത്രയും ഗൗരവപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. രണ്ട്, പരിശുദ്ധ ഇസ്ലാമിൽ വിലക്കപ്പെട്ട ചില കാര്യങ്ങൾ, തെറ്റുകുറ്റങ്ങളുണ്ട്. ഈ തെറ്റുകുറ്റങ്ങളുടെ കൂട്ടത്തിൽ വലിയ തെറ്റുകൾ എന്ന് പറയും. അതിനാണ് വൻദോഷങ്ങൾ എന്ന് നമ്മൾ സാധാരണ പറയുന്ന കുറ്റങ്ങൾ കബായിർ എന്ന് പറയും, വൻകുറ്റങ്ങൾ. ഈ വൻകുറ്റങ്ങളുടെ കൂട്ടത്തിൽ വെച്ചും കുറച്ച് വലുതുണ്ട്, കുറേ വലിയ തെറ്റുകൾ. അതിൽ ഏറ്റവും കൂടുതൽ വലുത് എന്ന് പറയുന്ന തെറ്റുകൾ ഉണ്ടല്ലോ, ആ കൂട്ടത്തിലും ഏതിനെയാണ് എണ്ണിയിട്ടുള്ളത്? ഈ മാതാപിതാക്കളോടുള്ള വിഷയങ്ങളാണ് എണ്ണിയിട്ടുള്ളത്. ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. അക്ബറുൽ കബായിരി സലാസ, വൻകുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയത് മൂന്നെണ്ണാണ്. അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്നാമത് പറയുന്നത് ശിർക്ക് എന്നുള്ള കുറ്റമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വം എന്നത് മറികടന്നിട്ട് അള്ളാഹു ഒരാൾ മാത്രമല്ല ഒന്നിലധികം ആളുകൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ആ ബഹുദൈവ വിശ്വാസം, ശിർക്ക്, അതാണ് ഏറ്റവും വലിയ പാപം. രണ്ടാമത്തത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുക. മാതാപിതാക്കൾക്ക് നമ്മളോട് ഇഷ്ടമല്ലാണ്ടിരിക്കുക. ഈ ഒരു പെരുമാറ്റം നമ്മളിൽ നിന്ന് വരുന്നത് ശിർക്ക് കഴിഞ്ഞാൽ പിന്നുള്ള പാപമാണ്. വൻകുറ്റങ്ങളിൽ നിന്ന് ഏറ്റവും വലിപ്പം കൂടിയ തെറ്റുകൾ രണ്ടാമത്തത്. അപ്പൊ ശിർക്ക് തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റാണ് ശിർക്ക്. തൗഹീദിനോട് ചേർത്ത് നിർത്തി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനെ പറഞ്ഞു. തൗഹീദിന്റെ ഓപ്പോസിറ്റായ ശിർക്കിനെ ഏറ്റവും വലിയ പാപമായിട്ട് പറഞ്ഞു. അതിന്റെ തൊട്ടടുത്തായിട്ട് മാതാപിതാക്കളെ ഉറപ്പിക്കുന്നതിനെ പറ്റിയും പറഞ്ഞു. അപ്പൊ അത്ര കടുപ്പം ഇതുണ്ട്. മൂന്നാമത്തത് ഷഹാദത്തു സൂർ, കള്ളത്തരത്തിന് സാക്ഷി പറയാം. കളവാണെന്ന് അറിയാം, എന്നിട്ടും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. ഷഹാദത്തു സൂർ, അത് സാധാരണ തെറ്റല്ല, ചെറിയ തെറ്റാണ്. നമ്മളൊരു കാര്യം കളവാണെന്ന് പറഞ്ഞാൽ ആ കളവിന്റെ പിന്നാലെ പോകാൻ പാടില്ല. ഓനെ എത്ര വലിയ ആളായാലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. കളവാണ് അത്, കളവിന് നമ്മൾ കൂട്ടുക്കാൻ പാടില്ല. ഷഹാദത്തു സൂർ, കള്ളസാക്ഷിത്വം, ഇതിൽ തെറ്റുകളെ കൂട്ടത്തിൽ, വൻകുറ്റങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെറ്റുകളിൽ മൂന്നെണ്ണത്തിൽ മൂന്നാമത്തതാണ്. മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നല്ല നിലക്ക് പെരുമാറി ഗുണം ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കൾ, നമ്മളാകുന്ന പിതാക്കൾക്ക് നല്ല നിലക്ക് പെരുമാറുള്ളൂ, ഗുണം ചെയ്തു തരുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ ഹദീസാണ്, തിരുദൂതരുടെ ഹദീസാണ് കേൾപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കൾക്ക് ഗുണം ചെയ്യണം. തബറുക്കും അബ്നാഉനാ, എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇപ്പൊ പല പിതാക്കളോടും മക്കൾ നല്ല നിലക്ക് പെരുമാറുന്നില്ല. പിതാക്കൾ വന്നിട്ട് പരാതി പറയും, മക്കൾ ശരിയില്ല, വേർക്കണം. ഇയാളുടെ മക്കളായ സമയത്ത് ഇയാളുടെ വാപ്പാക്ക് നല്ലത് ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ പരിണിതിയാണ് ഇപ്പൊ നടക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിങ്ങനെ ചങ്ങലത്തോടെ. അപ്പോ പിന്നെ ആബാക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കൾക്ക് ഗുണം ചെയ്യണം. തബറുക്കും അബ്നാഉക്കും, എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുപോലെ മറ്റുള്ള സ്ത്രീകളിൽ നിന്നും നിങ്ങൾ ചാരിത്ര ശുദ്ധി നേടണം. കണ്ട പെണ്ണുങ്ങളിലേക്കും ആഗ്രഹിക്കരുത്. എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ ചാരിത്ര ശുദ്ധിയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേര് ചാടണ്ട. നിങ്ങളുടെ ഭാര്യമാരെ അപ്പുറത്ത് കൂടി പേര് ചാടും. ചില ആളുകൾ ഭാര്യമാരെ പറ്റി കുറ്റം പറയും, ഭാര്യമാരെ പറ്റി കുറ്റം പറയും. അവരങ്ങനെയാണ്, ആള് ശരിയില്ല, മോശമാണ് എന്നൊക്കെ പറയും. ഇയാൾ ശരിയില്ലാത്തത് കൊണ്ടാണ് ഭാര്യ ശരിയില്ലാതാവുന്നത് എന്നുകൂടി മനസ്സിലാക്കണം എന്ന്. അപ്പൊ നമ്മൾ നന്നാകുമ്പോഴാണ് നമുക്ക് വേണ്ടപ്പെട്ട അപ്പുറത്തുള്ള ആളുകൾ നന്നാവുക. അപ്പൊ സ്വയം നന്നാകാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ വിഷയത്തിനൊക്കെ പരിഹാരം എന്നാണ് പഠിപ്പിക്കുന്നത്.
മൂന്ന് കാര്യങ്ങൾ, മൂന്ന് സ്വഭാവങ്ങൾ നിലനിൽക്കെ ഒരു മനുഷ്യൻ എത്ര പുണ്യകർമ്മം ചെയ്താലും അത് ഫലവത്താവൂല. ഒരു മൂന്ന് തകരാറുകൾ മനുഷ്യനിൽ ഉണ്ടാകുന്നുണ്ട്. ആ മൂന്ന് തകരാറുകൾ ഉള്ള സ്ഥിതിക്ക് അവൻ എത്ര പുണ്യകർമ്മം ചെയ്തിട്ടും അത് ഫലവത്താവൂല. അള്ളാഹുവിന്റെ ദൂതര് തന്നെ പറഞ്ഞിട്ടുണ്ട്, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, ലാ യൻഫഉ മഅഹുന്ന, ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉപകരിക്കൂല അമലും, ഒരു അമലും ഉപകരിക്കൂല. നിസ്കാരോ, നോമ്പോ, ഹജ്ജോ, സക്കാത്തോ, തസ്ബീഹ് ചൊല്ലലോ, പിന്നെ ദിക്ർ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഒന്നും ഫലവത്താവില്ല, ഗുണം പിടിക്കൂല. മൂന്ന് തകരാറുണ്ടെങ്കിൽ. ഒന്നെന്താ? അൽ ഇശ്റാഖു ബില്ലാഹ്, നേരത്തെ പറഞ്ഞ ശിർക്ക് ഉള്ളതോടുകൂടി അയാൾ എത്ര പുണ്യം ചെയ്തിട്ടും ആ പുണ്യം ഫലവത്താകൂല. ഇപ്പൊ ചില ആളുകളൊക്കെ ബഹുദൈവ വിശ്വാസികളെ പോലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുസ്തകം വരെ എഴുതുന്ന കാലമാണ്. അപ്പൊ അൽ ഇശ്റാഖു ബില്ലാഹ്, ശിർക്കുള്ളതോടുകൂടി അവരെത്ര പുണ്യകർമ്മം ചെയ്തിട്ടും അത് ഫലവത്താകൂല, ആഖിറത്തിലേക്ക് ഉപകരിക്കൂല, കർമ്മം കിട്ടൂല. രണ്ടാമത്തൊരു തകരാറ്, മാതാപിതാക്കളെ വെറുപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ എത്ര പുണ്യകർമ്മം ചെയ്താലും ഫലവത്താവില്ല, അതിനൊന്നും ഫലം ഉണ്ടാവില്ല. മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് ആ വെറുപ്പിക്കാന്നുള്ള തകരാറ് അയാളിൽ ഉണ്ടോ, അയാൾ നിസ്കരിച്ചിട്ടോ ജമാഅത്തിന് കൃത്യമായിട്ട് പാഞ്ഞു വരും, ഒന്നാം സത്തുള്ള സത്തു. പക്ഷേ അയാൾ മാതാപിതാക്കളെ വെറുപ്പിച്ച ആളാണെങ്കിൽ അയാളുടെ ഈ പണി കൊണ്ടൊന്നും ഫലം ഉണ്ടാവില്ല. അതിപ്പോ നമ്മുടെ കാലത്തില്ല. ഇസ്ലാമിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തേണ്ടി വരുന്ന സമയത്ത് യുദ്ധത്തിന്റെ വരിയിൽ നിന്ന് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പിന്തിരിഞ്ഞോടെ. അപ്പൊ ഇയാൾ പറഞ്ഞാൽ ഈ സംഘത്തിൽ ശക്തി കുറയും, അപ്പൊ പരാജയപ്പെട്ടു. അപ്പൊ മുസ്ലിങ്ങളെ ചതിക്കുന്ന ഒരു രീതി വരുന്നു. ആ ചതിക്കൂട്ടത്തിൽ നിന്നിട്ട് നമ്മൾ മെല്ലെ പിന്മാറിയിട്ട് മറ്റുള്ളവരെ ചതിക്കുന്ന ഏർപ്പാട് അത് വളരെ തെറ്റുള്ള കാര്യമാണ്. അതുള്ളതോടുകൂടി അയാൾ എത്ര പുണ്യകർമ്മം ചെയ്താലും യാതൊരു പ്രതിഫലം അങ്ങനെയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ ആരിലും ഇങ്ങനത്തെ തകരാറുകളൊന്നുമില്ല, ഒക്കെ നല്ല ആളുകളാണ്, നല്ല ആളുകൾ തന്നെ ആകട്ടെ. പക്ഷെ എന്നാലും നമുക്കിടയിലുള്ള വിവരം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇപ്പോഴും ചില കുടുംബത്തിൽ മകനുമായി വാപ്പ മുണ്ടി പറഞ്ഞിട്ട് വർഷങ്ങളോളായി, നേരെ വാപ്പയും മോനും തമ്മിൽ മുണ്ടിയിട്ട് പിണക്ക അല്ല, പിണക്കൊന്നല്ല. മോൻ രാവിലെ എണീച്ച് പോകും, രാത്രി പാതിര സമയത്ത് എപ്പോഴെങ്കിലും വരും, ഉമ്മ വാതിലോ കൊടുക്കും, ഉമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കും. അത് കഴിച്ചിട്ട് ആ വിളമ്പുന്ന സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ഉമ്മനോട് പറയാനല്ലാണ്ട് വേറൊന്നുമില്ല. ഓൻ അത് പോയിട്ട് കിടക്കും, രാവിലെ എഴുന്നേറ്റ് പിന്നെ പോകും. വാപ്പയുമായിട്ട് കൂടിയിരിക്കാനോ പറയാനോ ഉള്ള സന്ദർഭം തന്നെ ഇല്ല. വാപ്പയായിട്ട് ഒരു അറ്റാച്ച്മെന്റ്. ഇനി വാപ്പ വീട്ടിലുണ്ടെങ്കിൽ തന്നെ മുണ്ടാൻ എനിക്ക് ഭയങ്കര മടിയാണ്. വാപ്പാനോട് മുണ്ടെന്ന് ഒരു എന്താ പറയാ, എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആയി മാറുക. ഈ വീട്ടിലുള്ള അവന്റെ ഉമ്മയും അവന്റെ പെങ്ങളും ഇവന്റെ വേലക്കാരിയെ പോലെ, ഇവന്റെ അണ്ടർവെയേഴ്സ് അടക്കം കഴുകുന്ന ഒരു പണിക്കാരെ പോലെയായി മാറുക. എന്നാൽ എന്തെങ്കിലും ഉപകാരം വീട്ടിലേക്ക് കൊടുക്കൂല, 5 പൈസ വീട്ടിലേക്ക് കൊടുക്കൂല, വാപ്പാക്കും കൊടുക്കൂല, വീട്ടിലേക്ക് ചെലവിനും കൊടുക്കൂല. അങ്ങനെ ഇവനെ ചെയ്യും. അങ്ങനത്തെ മക്കളുള്ള വീടുകൾ നമ്മുടെ ഇടയിലുണ്ട്. അറിയാതെ പോകുന്നു വേണ്ട. അങ്ങനെ ഉണ്ട് ഇപ്പോഴും, വർഷങ്ങളായിട്ട് മക്കളും ബാപ്പിയും പിണക്കായിട്ടല്ല, അങ്ങനെ തന്നെയാണ് അവരെ ജീവിത രീതി തന്നെയാണ്. ആ സിസ്റ്റം മാറണം. മക്കൾ നേരത്തെ വീട്ടിൽ വരണം, ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്തൊക്കെ വീട്ടിൽ എല്ലാവരും ഉണ്ടാകണം. രാത്രി ഭക്ഷണം കഴിക്കുന്നതെങ്കിലും ബാപ്പയും ഉമ്മയും മക്കളും കൂടിയിരുന്ന് കുശലം പറഞ്ഞുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കലാവണം. അതിൻ്റെ ഇടയിൽ ഓരോ കുടുംബ വിഷയം വരും, സ്വന്തം വിഷയം വരും, എല്ലാം വരും. അതാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടാവാൻ, ബഹുമാനങ്ങൾ ഉണ്ടാവാൻ, നമ്മളെ ഈ സമൂഹം നന്നാവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാണ്. അതിപ്പോൾ നടക്കണില്ല. അതാണ് ഏറ്റവും വലിയ പരാജയം. അപ്പൊ അത് ഉള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ പടച്ചോൻ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്, എന്താ പറയുക, അനിഷ്കുർലി വലിവാരിതേ, എനിക്ക് നീ നന്ദി ചെയ്യണം. പടച്ചോൻ പറയാം മനുഷ്യനോട്, എനിക്ക് നീ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കളോട് നന്ദി ചെയ്യണം. അടുപ്പിച്ച എനിക്ക് നന്ദി ചെയ്യണം, മാതാപിതാക്കളോട് നന്ദി ചെയ്യണം. ഇത് പറഞ്ഞിട്ട് മഹാന്മാർ ഇതിനെ പറയാണ്, ഒരു മനുഷ്യൻ അള്ളാഹ്ക്കും നന്ദി ചെയ്യണം, മാതാപിതാക്കൾക്കും നന്ദി, ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന വല്ല പ്രവൃത്തിയുണ്ടോ? മഹാന്മാർ ഇതിനെ വിശദീകരിക്കാവുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക. 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചാൽ അത് അള്ളാഹ്ക്കുള്ള ശുക്റാണ്. ആ നിസ്കാരത്തിന്റെ അനന്തരം ദുആ ചെയ്യുക, പടച്ചോനെ
എനിക്ക് നീ പുറത്തു തരണം, എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു തരണം എന്ന് ദുആ ചെയ്താൽ ആർക്കുള്ള നന്ദിയായി? ഈ മക്കൾക്കുള്ള മാതാപിതാക്കൾക്കുള്ള നന്ദിയായി. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകും. അപ്പൊ 5 വക്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോട് കൈ ഉയർത്തി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർ ഈ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാഹ്ക്കും മാതാപിതാക്കൾക്കും നന്ദി ചെയ്തവരായി. അതുപോലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോലും കൈ ഉയർത്ത പോലും മനസ്സുപോലും മുതിരാത്ത ഒരവസ്ഥ. ഇത്തരക്കാരാണ് വാപ്പ മരിച്ചാൽ ദ്വാരിപ്പിക്കൽ കഴിക്കാനും മുന്നിൽ ഭയങ്കര ചോറെല്ലാം ഭയങ്കര കോഴിച്ച് ആളെല്ലാം കൂട്ടി കൊണ്ട് കൂട്ടുകാരെ എല്ലാവരെയും കൂട്ടി എല്ലാവർക്കും തിന്നാനങ്ങ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ ആഘോഷിക്കും. അവരവസ്ഥയല്ല. മാതാപിതാക്കളോടുള്ള കടമ കിട്ടുന്നത് അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞാൽ അവർക്ക് ദ്വാരിപ്പിക്കൽ കഴിക്കേണ്ടെന്നല്ല, പക്ഷെ ആ ഒരു ദ്വാരിപ്പിക്കലല്ല അതാണ്. അതിൻ്റെ മുമ്പേ നമ്മൾ നിസ്കരിച്ചിട്ട് പടച്ചവനോട് ദ്വാരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം. അത് പതിവുള്ള ആളാണോ എന്ന് അവനെ പറ്റി പറയാം. അള്ളാഹ്ക്കും മാതാപിതാക്കൾക്കും നന്ദി ചെയ്തവനാണ്. ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും ഒക്കെ നന്നാക്കി തരട്ടെ. നല്ല വിശ്വാസികളായി നല്ല കർമ്മം ചെയ്യുന്നവരായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. എല്ലാവരും പരസ്പരം തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അള്ളാഹു സുദൃഢവും സൗന്ദര്യപൂർണ്ണവുമാക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.